ഇന്നൊരു ചായക്കഥയായാലോ? ഒപ്പം കോഴിക്കോടൻ ട്രിപ്പിൽ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും കണ്ടോളൂ. വളരെ നന്നായി ചായ ഉണ്ടാക്കാൻ അറിയുന്ന ആളൊന്നുമല്ലായിരുന്നു ഞാൻ. പക്ഷേ കല്യാണശേഷം അജിത്തിന് ചായ ഒരുപാട് ഇഷ്ടമാണെന്നറിഞ്ഞ് ഞാനും നല്ലൊരു ചായ ഉണ്ടാക്കാൻ പഠിച്ചു. പിന്നീട് ഞാനത് അജിത്തിനെ പഠിപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ ചായ ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകതരം ചായ ഞങ്ങൾ തന്നെ അങ്ങ് സെറ്റാക്കിയെടുത്തു. അവസാനം ആ ചായ ഞങ്ങളുടെ ഫേവറേറ്റ് ചായയായി മാറി. പല ദിവസങ്ങളിലും ചായ സമയത്ത് പുറത്ത് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് പോകാനാണ് ഇഷ്ടം. അജിത്തിന് എൻ്റെ ചായയും എനിക്ക് അജിത്തിൻ്റെ ചായയും ഇഷ്ടമാണെങ്കിലും അജിത്തിന് അജിത്തിൻ്റെ തന്നെ ചായയാണ് ഏറെ ഇഷ്ടം. ഇന്ന് അജിത്ത് ജോലി ആവശ്യത്തിന് മറ്റൊരു രാജ്യത്തായിരിക്കുമ്പോഴും വൈകുന്നേരത്തെ ചായ സമയത്ത് ഞാൻ അജിത്തിനെ ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചായ ഉണ്ടാക്കി കാത്തു നിൽക്കുന്ന ഒരുപാട് ഭാര്യമാരെ എനിക്കറിയാം. പക്ഷേ ഞാൻ അത്തരത്തിലൊരു ഉത്തമ ഭാര്യയല്ല. മറിച്ച് ഭർത്താവ് എപ്പോഴാണോ ജോലി കഴിഞ്ഞ് വരുന്നത് അതുവരെ നോക്കിയിരുന്ന ശേഷം ഭർത്താവിൻ്റെ കൈകൊണ്ടുണ്ടാക്കുന്ന ആ നല്ല സ്വാദിഷ്ടമായ ചായ ആസ്വദിച്ച് കുടിക്കുന്ന ഒരു സ്നേഹമുള്ള ഭാര്യയാണ്. ഇന്ന് ഞാനുണ്ടാക്കിയ ചായ കുടിക്കുമ്പോൾ അജിത്തിൻ്റെ ആ നല്ല ചായ ഞാൻ മിസ് ചെയ്യുന്നു. ഒപ്പം ഒരിക്കലും പറഞ്ഞു തീരാത്ത ഞങ്ങളുടെ വിശേഷങ്ങളും. ഒരു മിനിറ്റ് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞങ്ങൾ രണ്ടുപേരും ഗുപ്തൻ്റെ ആൾക്കാരാണ്. ഞങ്ങൾക്ക് നല്ല തിളച്ച ചായ ഊതി ഊതി കുടിക്കുന്നതാണ് ഇഷ്ടം.